രാഹുൽ മാങ്കൂട്ടം MLA വീണ്ടും താരമാകുന്നു. കാരണം പലതാണ്. ഇങ്ങനെ തുടങ്ങുന്ന വരികളിൽ സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. മാങ്കൂട്ടം MLAയെ നശിപ്പിച്ചു കളയാൻ നിരന്തരം വാട്സാപ്പ് ചാറ്റുകളുമായി പ്രത്യക്ഷപ്പെടുകയാണ് ചാനലുകൾ. ഒരിക്കൽ മാസങ്ങൾക്ക് മുൻപ് ഇത്തരം സംഭവങ്ങൾ ചീറ്റിപ്പോയത് നമ്മൾ കണ്ടു. ഇനിയൊരു പക്ഷേ അതൊക്കെ തെളിവുകൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഇങ്ങനെ ചാനലുകളിൽ പറഞ്ഞു നടക്കുന്നതല്ലാതെ ഒരു തുമ്പുണ്ടാക്കാനോ കേസ് കൊടുക്കാനോ പരാതിയുമായി വരാനോ ആരുമില്ല എന്നുള്ളതാണ് വലിയൊരു സ്ത്രീ സമൂഹം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിൽ കഴമ്പില്ല എന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുമാകുമ്പോൾ പണ്ട് ആ വിഷയം മതിയാക്കി ചാനലുകാർ മറ്റു പണി അന്വേഷിച്ച് സ്ഥലം വിട്ടത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ പറഞ്ഞതും പ്രചരിപ്പിച്ചതും അവിടെ തന്നെ ബാക്കിയാവുകയാണ്. ചാനലുകാരും എതിർ പാർട്ടിക്കാരും പറഞ്ഞു വച്ച കാര്യങ്ങൾ കൊണ്ട് ഒരാളുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെ ജീവിതം തകർന്നുവെങ്കിലും ഈ പാപ്പരാശികൾക്ക് ഒരു പ്രശ്നമല്ല. തോറ്റു തൊപ്പിയിട്ടിട്ടും കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വരുന്നു അതേ വിഷയവുമായി. കല്ലുവച്ച നുണ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരാളെ ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു സ്ത്രീ പീഡന വിഷയമെങ്കിലും ഇല്ലെങ്കിൽ CPM-ന് കിടന്നാൽ ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ ഒരു കഥ ഇവിടെ മൂടി വയ്ക്കണം. അതിനോടനുബന്ധിച്ച് നടന്ന പല വാർത്തകളും ഒളിപ്പിച്ചു വെക്കണം. തദ്ദേശീയ ഇലക്ഷനിൽ ചൂടുപിടിപ്പിക്കാൻ ഒരു പീഡനമെങ്കിലും വേണം. കാരണം മുൻകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും നമ്മുടെ പാർട്ടി നേരിട്ടത് കുറഞ്ഞ പക്ഷം ഒരു ബലാത്സംഗമെങ്കിലും ഉണ്ടാകും. അതില്ലെങ്കിൽ വലിയ ക്ഷീണമാണ് പാർട്ടിക്കകത്തും പുറത്തും. കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടം അബോർഷന് നിർബന്ധിച്ചു എന്നായിരുന്നു അവരുടെ ഒരു വേദന. എന്നിട്ടോ പുഷ്പാഞ്ജലി വരെ ജനിക്കാതെ പോയ ആ കുഞ്ഞിന് വേണ്ടി കഴിപ്പിച്ചു. എന്നാൽ ഇന്നോ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞതിനാണ് ഈ പ്രകടനമൊക്കെ നടക്കുന്നത്. അതൊക്കെ കേട്ട് വാർത്തയാക്കുന്ന മാപ്രകളുടെ പാപ്പരത്വം കാണാതെ പോകരുത്, അവരുടെ ആത്മാർത്ഥത അറിയാതെ പോകരുത് എന്നും സുപ്രീം കോടതി അഭിഭാഷക പരിഹസിക്കുകയാണ്. വീണ്ടും പറയട്ടെ, ആനയുടെ ഗർഭകാലത്തേക്കാൾ വലിയ നീണ്ടകാലമാണിത്. സാധാരണ പെണ്ണുങ്ങൾ പ്രേമിക്കാൻ പോയാൽ ആ പ്രണയം മാന്യമായാൽ വിശ്വസിക്കാൻ കൊള്ളുന്ന പയ്യനാണെന്ന് ഉറപ്പ് വന്നാൽ വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്തും, എന്നിട്ട് കൂടെ കൂടും. അല്ലാതെ ചിരിച്ചു കാണിച്ചാൽ ഉടനെ ഹോട്ടൽ മുറികൾ തേടില്ല. അഥവാ കണ്ണടച്ച് വിശ്വസിച്ചാൽ അബദ്ധം പറ്റിയാൽ അവനെ കല്യാണം കഴിക്കാൻ നോക്കണം. അതിന് വീട്ടുകാരുടെ സഹായം തേടണം. അല്ലാതെ നാടകത്തിൻ്റെ കർട്ടൻ പൊക്കും പോലെ പരസ്പരം എഴുതി തീർത്ത വാട്സാപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ വൈരാഗ്യം തീർക്കാൻ അല്ലെങ്കിൽ സ്നേഹം നടിച്ച് ഒരുത്തനെ പാട്ടിലാക്കി അവനെ നശിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നും വക്കീൽ എഴുതി വെക്കുന്നു. അഥവാ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ ഉണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. നീതി തേടണം. സോഷ്യൽ മീഡിയ നിന്റെ സ്ത്രീത്വത്തെ, നിന്റെ മാനത്തെ ഒക്കെ ഇല്ലാതാക്കുന്നത് കാണുന്നില്ലേ എന്നും അഭിഭാഷക ചോദിക്കുകയാണ്. ഏതായാലും രാഹുൽ ലോകപ്രശസ്തനായി മാറിക്കഴിഞ്ഞു. രാഹുൽ കൊടുത്ത ഗർഭം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞ് പുറത്തു വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വരുമായിരിക്കും. ഞാനും രാഹുൽ ഈശ്വറുമായി ഇന്നലെ സംസാരിച്ചു. ചിരിച്ചതും ഇക്കാര്യം തന്നെയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് പിടിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് ഇങ്ങനെ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ശബരിമല വിഴുങ്ങിയ കേസിൽ ഇനി ഭരിക്കുന്നവരും ഭരിച്ചവരുമായ ആരൊക്കെ സുഖവാസത്തിന് ജയിലിൽ പോകും എന്നറിയില്ല. പലരും വഴിക്കണ്ണുമായി നിൽക്കവെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാമവും ഗർഭവും ഇങ്ങനെ ചർച്ചയാക്കി മറ്റെന്തോ മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്. നാണം വേണം പേരിനെങ്കിലും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് ഇത്, ഞങ്ങൾക്കിത്തിരി അശ്ലീലമൊക്കെ വേണം എന്നും പറഞ്ഞ് അഭിഭാഷക CPM-നെ പരിഹസിക്കുകയാണ്. രാഹുൽ തൻ്റെ പ്രവർത്തനം തുടരുക. അസൂയയും ഭയവുമാണ് തൻ്റെ പുറകെ ഓടുന്ന പട്ടിക്കൂട്ടങ്ങൾ വെറുതെ കുറക്കാൻ കാരണം. ഇതിപ്പോ ലോകമാസകലമുള്ള പുരുഷന്മാരെ അപമാനിക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയത്. ശ്രദ്ധിക്കുക, പുരുഷന്മാരെ പറ്റി മാത്രമാണ് പറഞ്ഞത്, രാഷ്ട്രീയ അടിമകളെ കുറിച്ചല്ല.
ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റ് കണ്ടാൽ ആരൊക്കെയാണ് പുരുഷു എന്ന് മനസ്സിലാകും. ശ്രദ്ധിച്ചോളിൻ, അടിമകളെ കാണാം ഫ്രീ ആയി. രാഹുൽ മറ്റേതൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും തൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കുമെന്നും അഭിഭാഷക പറഞ്ഞു വെക്കുന്നു. കാരണം ഇതൊരു ബലാത്സംഗമോ പീഡനമോ അല്ല. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളുടെ അറിവും സമ്മതവും ഭാവിയെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചയും നിറഞ്ഞു നിൽക്കുന്നു ഇതിൽ. ഈ രണ്ട് ചാറ്റിന് ഒരു മറുപുറം കൂടിയുണ്ട്. വഴിയെ ഓടിപ്പോയ ഒരു പെൺകുട്ടിയോടല്ല ഈ സംഭാഷണം. മറുപുറത്ത് നിന്ന് ഇതിനു മുൻപും പിൻപുമുള്ള ചാറ്റിങ്ങും സംഭാഷണവും കൂടി പുറത്തുവിടണം. ഒരു കൈ കൊണ്ടടിച്ചാൽ ശബ്ദമുണ്ടാകില്ല. ഒരാൾ തന്നെ എങ്ങനെ കുറ്റക്കാരനാകുമെന്ന ചോദ്യവും അവിടെ ഉയരുന്നു. ഒരേ കുറ്റം ഒരേപോലെ രണ്ടുപേർ കൂടി ചെയ്തിട്ട് ഒരാളെ മാത്രം ചെളിവാരിത്തേക്കുന്നത് ശരിയല്ല. ഇതാണ് ദീപാ വക്കീലിന്റെ ചോദ്യം. ഒരു കാര്യം വളരെ വ്യക്തമാകുകയാണ് ഇവിടെ. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പരമാവധി ശിക്ഷ ലഭിക്കണം. അല്ല ജീവിതം തന്നെ തകർക്കാൻ പാർട്ടി പക വെച്ചാണ് മാങ്കൂട്ടം MLA ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള സ്ത്രീ ശബ്ദങ്ങൾ മാങ്കൂട്ടം MLAക്ക് വേണ്ടി ഉയർന്നു വരും എന്നത് തീർച്ചയാണ്. ഇതുപോലെയുള്ള സ്ത്രീ ശബ്ദങ്ങൾ